എല്ലാം ഒരു നിമിത്തമായി എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേഴ്സ് വരേണ്ട അടുത്ത് മാളവിക തന്നെ വരില്ലല്ലോ. ഒന്നും മനഃപൂർവ്വമല്ല. നിന്നോട് പറഞ്ഞാൽ നീ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് കരുതി. മാളു, ഞാൻ മാളവിക, സുധി ഒരു വലിയ കണ്ടുപിടുത്തത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. അതിൽ മാളവിക അഭിമാനിക്കല്ലേ വേണ്ടത്. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മാളവികയോട് ഞാൻ പറഞ്ഞു തരണോ ഇതിന്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ? ഇപ്പോ എനിക്കെല്ലാം ബോധ്യാവുന്നുണ്ട്. സുധിയേട്ടനെ ഞാൻ ഈ രൂപത്തിൽ ഇവിടെ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ ആകെ ഷോക്കായിപ്പോയി. ഇപ്പോ ഞാൻ പൊരുത്തപ്പെട്ടു വരിക. ഗുഡ്. പ്രൗഡ് ഓഫ് യു മാളവിക. സുധി, യു ആർ ലക്കി. ഷർട്ട് അഴിക്ക്. ഷർട്ട് അഴിക്കണോ? ശകുന്തളെ, അതവിടെ വച്ചേക്ക്, ഞാൻ തുടച്ചോളാം. ഓ, ഷർട്ട് ഊരു. മാളു, എന്താ നീ പരിചയമില്ലാത്തവരെ പോലെ? എന്റെ അവസ്ഥയെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഈ കുഞ്ഞിന്റെ ജനനം വരെ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും, ഒരു നല്ല നേഴ്സായിട്ട്. അതിനുശേഷം പിന്നെ എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഞാനും. സുധീന്ദ്ര, മാളവിക നിനക്ക് നഷ്ടപ്പെടുകയാണ്. നീ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതോടെ ഈ സമൂഹത്തിൽ നിന്റെ സ്ഥാനം എന്താകുമെന്ന് നീ ഓർത്തിട്ടുണ്ടോ? നിന്റെ കുടുംബം മുഴുവൻ നിന്നെ വെറുക്കും. സമൂഹത്തിന് മുന്നിൽ അവരെയെല്ലാം പരിഹാസപാത്രമാക്കിയ നിന്നെ എല്ലാവരും ഉപേക്ഷിക്കും. ജീവിതത്തിൽ വിലപ്പെട്ടതെന്ന് നീ കരുതിയതെല്ലാം നിനക്ക് നഷ്ടപ്പെടുകയാണ്. എന്റെ ജീവിതം തീർന്നു പോയല്ലോ ഡോക്ടർ. എന്നാര് പറഞ്ഞു? ഞാൻ ഈ കുഞ്ഞിന് ജന്മം നൽകുന്നതോടെ സമൂഹത്തിൽ, കുടുംബത്തിൽ, ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെ ഇടയിൽ ഞാനൊരു വെറുക്കപ്പെട്ടവനാകും. ഡോക്ടർ, എനിക്കിതിൽ നിന്നൊരു മോചനം ഉണ്ടാവൂ? ഇല്ലല്ലേ? സാരല്ല, അതിനേക്കാളൊക്കെ വില എൻ്റെ ഉള്ളിൽ വളരുന്ന ജീവനുണ്ട്. ഡോക്ടർ, എനിക്കിതിൽ നിന്നൊരു മോചനം ഉണ്ടാവൂ? ഇല്ലല്ലേ? സാരല്ല, അതിനേക്കാളൊക്കെ വില എൻ്റെ ഉള്ളിൽ വളരുന്ന ജീവനുണ്ട്. സാർ, എൻ്റെ സുധി ഒരു പാവാ. സാറ് വിചാരിച്ചാലേ ഈ ഊരാക്കുടിക്കുന്ന അവനെ രക്ഷിക്കാൻ പറ്റൂ. എത്ര ദിവസമായെന്നറിയോ അവൻ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സുധിയെ ആശ്വസിപ്പിക്കുകയും അവൻ ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടത് നീയാണ്. എനിക്ക് കഴിയില്ല സാർ.
എന്തുകൊണ്ട്? അവനെപ്പറ്റി സാറിനൊന്നും അറിയില്ല. എനിക്കറിയാത്ത എന്ത് കഥയാണ് അവനുള്ളത്? സുധി ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അവൻ്റെ അച്ഛൻ ഗൾഫിന് പോകുന്നത്. ഡ്രൈവറായിട്ട്. അവൻ്റെ അച്ഛൻ ഓടിച്ചിരുന്ന വണ്ടി അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. അച്ഛൻ ജയിലിലായി. വീടും പറമ്പും പണയപ്പെടുത്തി 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തിട്ടാ അവൻ്റെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കിയത്. തിരിച്ച് നാട്ടിലെത്തിയപ്പോഴേക്കും അവൻ്റെ അച്ഛൻ ആകെ തകർന്നു പോയിരുന്നു. തൻ്റെ കൈപ്പിഴ കൊണ്ടൊരാൾ മരിച്ചതിലുള്ള കുറ്റബോധം, പിന്നെ 2 പെൺമക്കളടക്കമുള്ള കുടുംബത്തിൻ്റെ ആകെയുള്ള കിടപ്പാട് നഷ്ടപ്പെടുത്തിയതിലുള്ള ദുഃഖം. അവൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ചിരിച്ചും ചിരിപ്പിച്ച് നടക്കുകയാണ് സർവൻ. സ്വന്തം കുടുംബത്തിനു വേണ്ടി മാത്രമാണ് അവൻ ജീവിക്കുന്നത്. വിവാഹപ്രായമെത്തിയ ഒരു പെങ്ങളുണ്ട്. 7ാം ക്ലാസ് മുതൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാമുകിയുണ്ട്. അവനെ ഓർത്ത് മാത്രം ജീവിക്കുന്ന ഒരമ്മയുണ്ട്. എൻ്റെ ഈ പരീക്ഷണം ഒന്ന് പൂർത്തിയാവട്ടെ. അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള പണം ഞാൻ കൊടുക്കാം. ആ പണം കൊണ്ട് അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ വാങ്ങാൻ പറ്റുമോ? സാറിന് പ്രശസ്തി നേടാനുള്ള പരീക്ഷണത്തിൽ അവനെ ഒരു കരുവാക്കാതെ സാർ ഒരല്പം മനുഷ്യത്വം കാണിക്കണം. ഗോപാലകൃഷ്ണൻ, ഈ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ സംസാരിക്കരുത്. സാറേ, ഭാര്യയും മകളെ പിരിഞ്ഞു ജീവിക്കുന്ന സാറിന് കുടുംബജീവിതത്തിന്റെ വില അറിയില്ല. ഇതെന്റെ ഒരു അപേക്ഷയാണ്. എങ്ങനെയെങ്കിലും സാർ അവനെ രക്ഷിക്കണം. റോയ് ഇത്ര അപ്സെറ്റ് ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. യെസ് ഡോക്ടർ, ഞാൻ എൻ്റെ ലക്ഷ്യത്തിൻ്റെ വിജയം അത് മാത്രമേ കണ്ടിരുന്നുള്ളൂ. അതിനെന്താ, ഡോക്ടർ റോയ് ഇപ്പൊ വിജയിക്കാൻ പോവല്ലേ? എനിക്ക് വിജയിക്കണ്ടേ ഡോക്ടർ മഹേഷ്? ഏയ്, എന്താ ഈ പറയുന്നത്? ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ജീവിതം അവതാളത്തിലാക്കിക്കൊണ്ട് എനിക്കങ്ങനെ വിജയിക്കണ്ട. സുധീന്ദ്രൻ എനിക്കിപ്പോൾ എൻ്റെ സഹോദരനെ പോലെയാണ്. അവൻ്റെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഈ പരീക്ഷണത്തിൽ നിന്ന് പിന്മാറുക. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? ഈ സിറ്റുവേഷനിൽ ഒരു അബോർഷൻ, ഇറ്റ് വിൽ കിൽ ഹിം. അതറിയാം ഡോക്ടർ. ഐ ഡോണ്ട് വാണ്ട് ടു അബോർട്ട്. ദെൻ വാട്ട് ഡു യു സജസ്റ്റ്? അവിടെയാണ് എനിക്ക് ഡോക്ടറുടെ സഹായം വേണ്ടത്. എന്ത് സഹായം? പറഞ്ഞോളൂ. ഇന്നിപ്പോൾ വന്ധ്യതാ ചികിത്സയിൽ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡോക്ടർമാരിൽ ഒരാളാണ് ഡോക്ടർ മഹേഷ്. ഡോക്ടറുടെ പേഷ്യൻസിൽ ഒരിക്കലും കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ആരെങ്കിലും ഒരാളെ കണ്ടെത്തണം. അതിനൊരു പ്രയാസം ഉണ്ടാവില്ല. എങ്കിൽ സുധീന്ദ്രന്റെ പെരിറ്റോണിയൽ കാവിറ്റിയിലുള്ള പ്രഗ്നൻസി നമുക്ക് ആ സ്ത്രീയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ക്യാൻ ഇറ്റ് ബി ഡൺ? ഷുവർ, വി ക്യാൻ ഡു ഇറ്റ്. ഹൗ? ഒരു ആർട്ടിഫിഷ്യൽ പൊക്കിൾക്കൊടി വഴി പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ അമ്മയുടെ നാഭിയുമായി കണക്ട് ചെയ്യണം. I can't believe it. But who will do the surgery? അതിനായി മാത്രം ജനിച്ച ഒരാളുണ്ട്, ഡോക്ടർ രവിശങ്കർ. The Nobel Prize winner, Mr. Ravi Shankar? യെസ്, അമേരിക്കയിൽ സെറ്റിൽ ചെയ്ത മലയാളി. ഗൈനക്കോളജിക്കൽ റിസർച്ചിലും സർജറിയിലും ലോകത്തിന്റെ തന്നെ അഭിമാനം. അദ്ദേഹം നമ്മളെ എങ്ങനെ സഹായിക്കുമെന്ന? ഹി വാസ് മൈ കൊളീഗ്. ഹി വിൽ ലവ് ടു ഡു ദിസ്. വാട്ട് ഈസ് സർപ്രൈസ്? ഹി ഈസ് ഓൺലൈൻ. ഹായ്, ഗുഡ് ഈവനിങ്. ഹൗ ആർ യു? ഫൈൻ. വേർ ആർ യു നൗ? ഞാൻ നമ്മുടെ ഡോക്ടർ മഹേഷിന്റെ കൂടെ വെളിയിലാ. നിന്റെ മെയിൽ ഞാൻ കണ്ടു. നിനക്ക് ആ പരീക്ഷണം കംപ്ലീറ്റ് ചെയ്തൂടെ? നോ 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 നോ, ഐ വാണ്ട് ടു ക്വിറ്റ് ദാറ്റ് എക്സ്പെരിമെന്റ്. ഫോർ ദാറ്റ് ഐ നീഡ് യുവർ ഹെൽപ്പ്. Then as you wish. I will be there on time. താങ്ക് യു, താങ്ക് യു. No thanks. It's my obligation for medical science. Then I let you know the date and schedule later. Okay, Roy. Good night. Bye. Good night. Thank you. Whew.